ശബരിമല അയ്യപ്പന് രക്ഷകരേറെ ആയി തീർന്നിരിക്കുകയാണ്. അയ്യപ്പൻ കാനനവാസനാണ്. വർഷത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവിടെ നട തുറക്കുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം യോഗനിദ്രയിലാണ്. ആ യോഗനിദ്രയിൽ കഴിയുന്ന അയ്യപ്പന് വേണ്ടിയിട്ട് നാട്ടിൽ 3 മുന്നണികളും മാറി മാറി രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പമ്പയിൽ കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമം അത് CPM നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിൽ CPM നടത്തിയത് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്. ഇനിയിപ്പോൾ പന്തളത്തൊരു അയ്യപ്പ സേവ സംഗമം നടക്കുന്നുണ്ട്. ഭക്തരുടെ സംഗമമാണത്, അയ്യപ്പ ഭക്തരുടെ. മറ്റത് സഹാക്കന്മാരുടെ സംഗമമാണ്. ഇവിടുത്തെ പന്തളത്ത് നടക്കുന്ന സംഗമത്തില് പിന്നിൽ BJPയുടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അയ്യപ്പ സേവാ സമാജം, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഇവർക്കെല്ലാം തന്നെ BJPയുടെ പിന്തുണയുമുണ്ട്. ഇനിയും കോൺഗ്രസ്സുകാര് എന്നാണാവോ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് അറിയേണ്ടത്. അയ്യപ്പൻ എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അയ്യപ്പൻ ഏത് മുന്നണിയിലാണെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതിന് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. അത് 2025 ഒരു ഏകദേശ ചിത്രം കിട്ടും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അയ്യപ്പൻ കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയിലേക്ക് വരുന്നത് 2018 യുവതി പ്രവേശത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ ശബരിമല അത്ര ചർച്ച ചെയ്യാറില്ല. തീർത്ഥാടന കാലം വരും. ആ കാലയളവിൽ നാട്ടിലെങ്ങും ശരണം വിളി മുഴങ്ങും. തീർത്ഥാടന കാലം സുഗമമായി പര്യവസാനിക്കും. ഇടയ്ക്കൊക്കെ ചില അനിഷ്ട സംഭവങ്ങൾ, തിക്കും തിരക്കും, വാഹനാപകടവും ഒക്കെ ഉണ്ടാകും. അതൊക്കെ വാർത്തയിൽ വരും, മാറി മറിഞ്ഞ് പോവുകയും ചെയ്യും. ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി മലയാള മാസ പൂജയ്ക്കും മറ്റ് വിശേഷ അവസരങ്ങളിലും മാത്രം നട തുറന്നിരിക്കും. തിരക്ക് നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ളത് മാത്രമാണ്. പക്ഷെ ഇപ്പോൾ തീർത്ഥാടകരുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. ശബരിമല വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാടൊട്ട് കൊടുക്കാൻ വനം വകുപ്പ് തയ്യാറുമല്ല. അപ്പോൾ ശബരിമല നാട്ടിലേക്കങ്ങ് നീളുകയാണ്. അതിനോടൊപ്പമാണ് ശബരിമലയെ ഏറ്റെടുക്കാൻ മുന്നണികൾ നെട്ടോട്ടം നടത്തുകയാണ്. പിണറായി വിജയന് കാര്യം മനസ്സിലായി. 2018 ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത് കേരളത്തിലെ ജനങ്ങൾ ശക്തമായ തിരിച്ചടി കൊടുത്തു. 26 ആ തിരിച്ചടി ഉണ്ടാകും എന്ന് പിണറായി വിജയൻ കണക്ക് കൂട്ടും. അതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അയ്യപ്പനെ സേവിക്കാം എന്ന് പിണറായി കരുതുന്നത്. പിണറായി മാലയിട്ട് വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി 18ാം പടി കയറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും അയ്യപ്പന്റെ അടുക്കലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അയ്യപ്പനെ തൊട്ട് കളിക്കാൻ പോയാൽ അത് പണി കിട്ടിയിട്ടേ ഉള്ളൂ. അത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണ്. കാനനവാസനാണ്. തീർത്ഥാടന കാലത്ത് യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് ഭക്തർക്ക് ദർശനം നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കാലയളവിൽ തീർത്ഥാടകരുടെ തിരക്കും ഉണ്ടാകുന്നത്. പിണറായി വിജയന് മനസ്സിലായി 26 തിരിച്ചടി ഉണ്ടാകും. അയ്യപ്പ കോപം തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടി. അത് നീണ്ടുകൊണ്ടേയിരിക്കും. സന്തതി പരമ്പരകളിലൂടെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. 1950 ശബരിമല തീവെച്ചു. ആ കുടുംബത്തിന്റെ ഒരു കണിക പോലും ഇന്ന് ഭൂമിയിലില്ല എന്നുള്ളതാണ്. ആ കുടുംബത്തിലുള്ളവർക്ക് പോലും ചിത്തഭ്രമം വരെ സംഭവിച്ചു. തലയ്ക്ക് സ്ഥിരതയില്ലാതായി പോയി. അത്രത്തോളം വലിയ ദുരന്തമാണ് ഉണ്ടായത്.
ഏത് സമുദായത്തിലുള്ളതാണെന്നും ഏത് ഭാഗത്തുള്ളവരായിരുന്നു ആ വീട്ടുകാരെന്നുള്ളതും ഞാനത് വെളിപ്പെടുത്തുന്നില്ല. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരാളെ ഏൽപ്പിക്കുകയായിരുന്നു. ശ്രീകോവിലിനകത്ത് നിന്ന് മണ്ണെണ്ണ വിളക്കും മണ്ണെണ്ണയും ഒക്കെയല്ലേ അന്ന് കിട്ടിയത്. മേൽശാന്തി നട തുറക്കാൻ ചെന്ന അവസരത്തില് അയ്യപ്പ വിഗ്രഹം പാതി കത്തിക്കരിഞ്ഞ നിലയിലും, പിന്നീടാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പന്റെ ഒരു ചിത്രം ലഭിച്ച ആ ചിത്രം വെച്ചുകൊണ്ടാണ് തട്ടാവിള കുടുംബം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് ഒരു ശാല ഉണ്ടാക്കി അവിടെ വെച്ചാണ് അയ്യപ്പ വിഗ്രഹം പണിതീർത്ത് സന്നിധാനത്ത് എത്തിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഒരു ഇടവമാസമായിരുന്നു. ഇടവമാസത്തിലെ അത്തം നക്ഷത്രമാണ് പ്രതിഷ്ഠാദിനം. ഇപ്പോഴും ശബരിമലയിൽ പ്രതിഷ്ഠാദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ ശബരിമലയില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോയിട്ടുള്ളതാണ്. ഏത് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ശേഷിയുള്ള ക്ഷേത്രം തന്നെയാണ് ശബരിമല. ആ ശബരിമലയോട് ഏതെങ്കിലും തരത്തിൽ ആരായാലും, പ്രസ്ഥാനമായാലും വ്യക്തിയായാലും കളിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടി കിട്ടുമെന്നുള്ളത് മുൻകാല അനുഭവങ്ങൾ പലരിൽ നിന്നും നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ള കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിനകത്ത് ഇപ്പോൾ പന്തളത്ത് നടക്കുന്ന അയ്യപ്പ സംഗമം, അത് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടുള്ള ഒന്നാണ്. യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ് പന്തളത്ത് നടക്കുന്നത്. പമ്പയിൽ നടന്നത് വോട്ട് തേടിയുള്ള സംഗമം മാത്രമായിരുന്നു. വീണ്ടും തങ്ങളെ ഭരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശബരിമല ഭക്തജനങ്ങളുടെ ഇടമാണ്, ഭക്തജനങ്ങൾക്ക് സർവമത സാഹോദര്യത്തിന്റെ ഇടമാണ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ട് നമ്മുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ വാതോരാതെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ അയ്യപ്പദാസന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ പന്തളത്തുള്ളത് യഥാർത്ഥ ഭക്തരുടേതാണ്. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശം ഉണ്ടായ സമയത്ത് അതിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നു NSS. ആരും പറയാതെ തന്നെയാണ് നാമജപ ഘോഷയാത്രയ്ക്കായിട്ട് സ്ത്രീജനങ്ങൾ ഒത്തുചേർന്നത്. ഇപ്പോഴും അവരുടെ പേരിൽ പലതരത്തിലുള്ള കേസുകൾ നിൽപ്പുണ്ട്. 12,000 കേസുകൾ, 6,000 പ്രതികൾ. ഇതൊന്നും തന്നെ പിൻവലിക്കാനും തയ്യാറായിട്ടില്ല. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം കപടഭക്തിയല്ലേ? ആ കപടഭക്തി അയ്യപ്പന് തിരിച്ചറിയാൻ കഴിയും. പമ്പയുടെ തീരത്ത് നടന്ന ആ സംഗമം, ഇന്ന് നടക്കുന്ന സംഗമം എന്ന് പറയുന്നത്, ബദലായി നടക്കുന്ന സംഗമം അയ്യപ്പന്റെ നാട്ടിലാണ്. അയ്യപ്പനെ എടുത്തു വളർത്തിയത് പന്തളം കൊട്ടാരമാണ്. കൊട്ടാരത്തിലെ രാജാവാണ്. മണികണ്ഠൻ കളിച്ചു വളർന്ന കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ തിരുമുറ്റത്തോടെ ചേർന്നുള്ള ഇടത്തിലാണ്. പന്തളത്തിന്റെ മണ്ണ് അതാണ്, മണികണ്ഠന്റെ മണ്ണാണ്. പന്തളം കൊട്ടാരമാണ് ശബരിമലയുടെ സംരക്ഷകരായിട്ട് എന്നും നിൽക്കുന്നത്. വളർത്തച്ഛന്റെ സ്ഥാനമാണ് പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധിക്ക് ഉള്ളത്. അവിടെ നിന്നാണ് എല്ലാ വർഷവും മകരവിളക്ക് ദിവസം ശബരിമല വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര തിരിക്കുന്നത്. അവിടെയാണത് സൂക്ഷിച്ചിരിക്കുന്നത്. സർവാഭരണ വിഭൂഷിതനായിട്ട് മകരവിളക്ക് സമയത്ത് അയ്യപ്പനെ കാണുന്നതും പന്തളത്ത് നിന്ന് കൊടുത്തുവിടുന്ന ആഭരണങ്ങളാണ്. ആ മണ്ണിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ട് മറ്റൊരു ഭക്തജനങ്ങളുടെ സംഗമം നടക്കുന്നത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സ്വാമി അയ്യപ്പൻ വളരെ സജീവമായി തീർന്നിരിക്കുന്നു എന്നാണ്. അയ്യപ്പൻ തീർച്ചപ്പെടുത്തും കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്ക് തിരിയണം എന്നുള്ളത്.